ഇപ്പം ഞാൻ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ ദൗണ്ട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷന് പുറത്തായിട്ടാണ് നിൽക്കുന്നത്. ഇവിടുന്ന് പൂനെയിലോട്ട് പോവാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ ആ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ സ്വർഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സ്വർഗത്ത്. ഇവിടെ പൂനെയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, പൂനെയുടെ പ്രധാനപ്പെട്ട ഹബ്ബാണ് സ്വർഗേറ്റ്. അങ്ങോട്ടേക്ക് ബസ്സുണ്ട്. അങ്ങനെ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ സ്വർഗത്തിലേക്ക് ബസ് വന്നിട്ടുണ്ട്. ഈ ബസ്സാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 124 രൂപയാണ് ചാർജ്. അങ്ങനെ നമ്മുടെ ബസ് കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം സ്വർഗേറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയിരിക്കുവാണ്. ബസ് സ്റ്റാൻഡിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതങ്ങോട്ട് പോകുമ്പോൾ ഹോട്ടലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനൊരു റെസ്റ്റോറൻറ്റിനകത്ത് കയറിയിട്ടുണ്ട്. ചിക്കൻ ദം ബിരിയാണി ലക്നൗ സ്പെഷ്യൽ. ഫുള്ളിന് 180, ഹാഫിന് 120. ഞാൻ ഹാഫ് വാങ്ങിയിട്ടുണ്ട്, ഹാഫിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചു, ബിരിയാണി എല്ലാം കഴിച്ചിട്ട് പുറത്തോട്ട് വന്നിരിക്കുവാണ്. കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു. ഞാനിവിടെ നിന്ന് പൂനെ എന്ന് പറഞ്ഞ ശരിക്കുമുള്ള പൂനെ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ബൈക്ക് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ബൈക്ക് ഇല്ല. യൂബറിലും റാപ്പിഡോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൊന്നും ബൈക്കില്ല, ഓട്ടോയും കാറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ടെ അവിടെ നിന്ന് ബസ് ഉണ്ടോ എന്ന് നോക്കണം. പൂനെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോട്ടെ, പ്രോപ്പർ പൂനെ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടൊന്ന് പോവാം. എന്നിട്ട് നമുക്ക് ആ പരിസരത്തൊക്കെ ഒന്ന് കറങ്ങാം. മുംബൈയിലോട്ടൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. ചിലപ്പം ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്യും, എന്നിട്ട് നാളെ മുംബൈയിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും പൂനെ വരെ പോയി നോക്കാം, എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് നോക്കാം. ഒരുപാട് തിരക്കുള്ളൊരു നഗരമാണെങ്കിലേ വണ്ടികളൊക്കെ ആൾക്കാർ മര്യാദയ്ക്കൊക്കെ ഓടിക്കുന്നുണ്ട്, സിഗ്നലെല്ലാം കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട് ഏകദേശം. ഇതാ ഇവിടെ ആയിട്ട് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ, കുറച്ചധികം കാലുകൾ മാത്രം. അത് കൊള്ളാം അല്ലേ. ബൂട്ടിട്ട് നിൽക്കുന്ന കാലുകളുണ്ട്, പിന്നെ അല്ലാതെ ലേഡീസിൻ്റെ കാലുകളുണ്ട്. ഇതാ കണ്ടില്ലേ, ലേഡീസ് ചെരുപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന കാലുകളുണ്ട്. എന്തായാലും അത് കൊള്ളാം. ഇവിടെ ആയിട്ട് കുടിവെള്ളം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലേഡി നിൽക്കുന്നതായിട്ടാണ്, മെറ്റൽ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. വളയൊക്കെ നോക്കേ. ഇവിടെ ആയിട്ട് 3 ബോക്സ് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ആ കാലുകളിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, നോക്കേ. ഇരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണോ ഇത്? ഇതാ ഇവിടെ ആയിട്ടൊരു കുതിര ഓടുന്നത് പോലെ ഒരു സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് നോക്കി നടക്കുവാണ്. ഇവിടെ മെട്രോ അവൈലബിൾ ആണ്. മെട്രോയിലും പോകാൻ വേണമെങ്കിൽ എന്തായാലും നമുക്ക് ബസ്സിൽ പോകാം. ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ നടക്കുന്നത്. അപ്പോൾ ബസ്സിൽ പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുവാണ്. ഇതാ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുവാണ്. ആൾക്കാരൊക്കെ ഇടിച്ചു കയറുവാണല്ലേ ബസ്സിലോട്ട്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോട്ട് പോകുന്ന ബസ് ഏതാണെന്ന് നോക്കണം. ഈ ബസ് കരടി ടു കട്രാജ്, കരടി എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഇതാ പൂനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വന്നിട്ടുണ്ട്, 24 നമ്പർ ബസ്. അപ്പോഴെന്തായാലും ഇതിനകത്തോട്ട് കയറാം. അങ്ങനെ നമുക്ക് ഒരു വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാം. ഇതെവിടെയായിട്ട് നോക്കിയാൽ വലിയൊരു ആൽമര നിൽപ്പുണ്ട്. ഓട്ടോകൾ ഒരുപാടുണ്ട് ഇവിടെ, ഓട്ടോ സ്റ്റാൻഡ്. അങ്ങനെ ഞാൻ പൂനെ റെയിൽവേ സ്റ്റേഷനടുത്ത് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇതാണ് പൂനെ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ബസ് സ്റ്റോപ്പ്. ഞാൻ ആ കയറിയ സ്വർഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 10 രൂപയാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു പൂനെ സ്റ്റേഷൻ. എന്തായാലും നമുക്ക് ഈ പരിസരത്തൊക്കെ ഒന്ന് നടക്കാം. ഇവിടെ എല്ലാമായിട്ട് പാനിപൂരി, ബ്രെഡ് ഓംലേറ്റ്, അതേപോലത്തെ കച്ചവടം ചെയ്യുന്ന സ്റ്റാളുകളൊക്കെയാണ് ഈ കാണുന്നത്. ചെറിയ ഉന്തുവണ്ടിയിലെല്ലാമായിട്ടേ. തുകാറം റോഡ്, ഷിതേ വാഹൻ തക്, പൂനെ മഹാനഗര പാലിക അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്തൂടെ ബസ് കയറി യൂട്ടേണൊക്കെ എടുത്ത് തിരിച്ച് വരുന്നുണ്ട്. നമ്മൾ എവിടെയായിരുന്നു? കർണാടകയിൽ പോയപ്പോഴും ഇതേപോലൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു വലിയൊരു ബിൽഡിങ്ങിന് താഴെ കൂടെ ബസ്സൊക്കെ വരുന്നത്. അതുപോലൊരു സ്ഥലമാണ് ഇതും. ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഓരോരോ ബസ്സുകളായിട്ട് വരുന്നത്. എന്തായാലും ഈ ഒരു ബിൽഡിങ്ങിന് താഴെ കൂടെ ബസ് ഇങ്ങനെ പോകുന്നത് കാണാൻ ഒരു രസമുണ്ട്. ഇവിടെ ബസ് സ്റ്റാൻഡിന് പുറത്തായിട്ട് അവിടെ കാണുന്നത് ഒരു ലോഡ്ജിൻ്റെ കെട്ടിടമാണ്. ഇതാ കണ്ടില്ലേ,
ഒരു പഴയ കെട്ടിടം, സമൃദ്ധ് ലോഡ്ജ് അങ്ങനെയാണ് പേര്. എന്തായാലും ആ ഒരു കെട്ടിടം കൊള്ളാം. ഇതെവിടെയൊക്കെയായിട്ട് ലേഡീസിൻ്റെ ഡ്രസ്സൊക്കെ കച്ചവടം ചെയ്യുകയാണ് റോഡ് സൈഡിൽ. ഇതാ അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോഴത് ഇവിടെ ആയിട്ടൊരു റൗണ്ട് അബൌട്ട് കാണാം. അവിടെ ആയിട്ട് പൂനെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇതേപോലെ ഒരു ഫോണ്ടിങ് കാണുമല്ലോ, അതേപോലെ ഇവിടെയും ഉണ്ട്. ഇതാ കണ്ടില്ലേ, പൂനെ. ഈ കാണുന്നതാണ് പൂനെ റെയിൽവേ സ്റ്റേഷൻ. വലിയൊരു ബിൽഡിങ്ങാണ് പൂനെ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. ഇനി ഇവിടെ നമുക്കേ ക്ലോക്ക് റൂം നോക്കാം. ക്ലോക്ക് റൂം നോക്കിയിട്ട് ബാഗ് അവിടെ വെച്ചിട്ട് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് കറങ്ങാം. അങ്ങനെ ഞാൻ ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചു. ക്ലോക്ക് റൂമിന് ബാഗ് വെക്കുന്നതിന് 40 രൂപയാണ് ചാർജ്. അങ്ങനെ ബാഗെല്ലാം വെച്ചിട്ട് പുറത്തോട്ട് വന്നപ്പോൾ ഒരു കുതിര വണ്ടിയുടെ പോലത്തെ സൗണ്ട്. ഞാൻ തന്നെ നോക്കിയത് എവിടെ നിന്നാണ് സൗണ്ട് കേൾക്കുന്നതെന്ന്. ഇതാ നോക്കേ, ഇവിടെ ഒരു കടയുടെ ഫ്രണ്ടിൽ മണി. ആ സംഭവം കൊള്ളാം അല്ലേ? കുതിര വണ്ടിയുടെ പോലത്തെ സൗണ്ട്. കുതിര ഇങ്ങനെ നടന്നു പോകുമല്ലോ, അതേപോലത്തെ സൗണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തുനിന്ന് ഈ വേറെ ഏതെങ്കിലും പരിസരത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇതെവിടെ ആയിട്ട് വെൽക്കം ടു പൂനെ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതൊരു സബ്വേ ആണ്. ഈ സബ്വേയിലും പലതരം കച്ചവടങ്ങളുണ്ട്. ഇവിടെ ആയിട്ടൊരു സ്വീറ്റ് സ്റ്റാളാണ്. സാധാരണ ഈ തമിഴ് കടകളുണ്ട് ഇതേപോലെ, അതേപോലെ ഒരു സ്വീറ്റ് സ്റ്റാളാണ്. ഇതിവിടെ ഓപ്പോസിറ്റ് സൈഡായിട്ടേ ഇവിടെ ഉണ്ടൊരു സ്വീറ്റ് സ്റ്റാൾ. സബ്വേ ഒക്കെ അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും നീറ്റായിട്ട് കിടക്കുമായിരിക്കുമെന്ന്. കച്ചവടങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ നീറ്റായിട്ട് കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഇതുവഴി കൂടി ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക രസമുണ്ട്. സബ്വേ കംപ്ലീറ്റ് ആയിട്ട് കച്ചവടങ്ങളാണ്. ഇതെവിടെ ആയിട്ട് നോക്കേ, കണ്ണാടികൾ, ചീപ്പുകൾ, വാച്ചുകൾ, അങ്ങനത്തെ സംഗതികളെല്ലാം ഉണ്ട്. അങ്ങനെ ഇവിടെ ഒരു ബാഗ് കട, നൈക്ക്, അഡിഡാസ് അങ്ങനത്തെ സംഗതികളെല്ലാം ഉണ്ട്. സ്കൈ ബാഗ്സ്, ട്രാവൽ ബാഗുകളുണ്ട്. അങ്ങനെ പല വെറൈറ്റി ബാഗുകളുണ്ട്. അച്ഛാ ക്വാളിറ്റി എന്നാണ് പറയുന്നത്. ഇതെവിടെ ഈ സംഭവമൊക്കെ ഉണ്ട് കണ്ടേ. ട്രാവൽ ചെയ്യുമ്പോൾ അത്യാവശ്യമാണ് ഇതെല്ലാം. ദിസ് ബാഗ് ഹൗ മച്ച്? കിത്തന റുപ്പേ? 350. 350 രൂപയുള്ളൂ ബാഗ്. ഇത് കൊള്ളാമല്ലോ, ഡെൽ. ഇത് എത്ര? ഹൗ മച്ച്? 300. ഉള്ളി 300 റുപ്പീസ്. ഇത് കൊള്ളാം. സബ്വേ നീറ്റായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതാ ഇവിടെ വെള്ളം കെട്ടി കിടക്കുവാണ്. ഏത് വെള്ളമാണോ എന്തോ. അങ്ങനെ നമ്മൾ സബ്വേ നടന്ന് മുകളിലോട്ട് കയറിയിരിക്കുവാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. മൺപ ബസ് സ്റ്റാൻഡ്. മൺപ. അതെ, ഇവിടെ ബസ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഓ, ഇത് നമ്മൾ നേരത്തെ നിന്ന സ്ഥലം. അത് തന്നെയായിരുന്നു മൺപ ബസ് സ്റ്റാൻഡ്. ഞാൻ മൺപ ബസ് സ്റ്റാൻഡിലോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. ഞാനിങ്ങനെ അവിടെ നിന്നവരത്തൊക്കെ ചോദിച്ചു മൺപ ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന്. അപ്പോഴത്തെ ഈ കാണുന്നത് തന്നെയാണ് മൺപ ബസ് സ്റ്റാൻഡ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡാണ്. പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകളിൽ ഒരു ബസ് സ്റ്റാൻഡാണ് മൺപ. നമ്മൾ നേരത്തെ നിന്ന സ്വർഗേറ്റ് ബസ് സ്റ്റാൻഡും ഒരു പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ്. ഇത് ഈ വണ്ടിയെ കണ്ടില്ലേ, ടാക്സിയാണ്. ഇത് കൂൾ ക്യാബിൻ്റെ വണ്ടികളാണ്. വേറൊരു ടൈപ്പ് പെയിൻറ്റിങ് കണ്ടില്ലേ. ഇതാ ഇവിടെ വാഗണർ ടാക്സി. പുലിവാൽ കല്യാണം സിനിമയ്ക്കകത്തുള്ള കൊച്ചിനനിയുടെ വണ്ടിയുടെ കളറല്ലേ. അപ്പോഴെന്തായാലും ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്ന് ഡെക്കാൻ കോർണർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതുമല്ലെങ്കിൽ FC റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. FC റോഡ്. അപ്പോൾ ആ രണ്ട് സ്ഥലത്തോട്ടോ അല്ലെങ്കിൽ അതിൽ രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെവിടെ ഈ ബസ്സെല്ലാം മുംബൈക്ക് പോകുന്ന ബസ്സാണ്. ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴും മുംബൈ എന്ന് തന്നെ വിളിച്ചായിരുന്നു, മുംബൈയിലോട്ടാണോ എന്ന്. ഇതാ കണ്ടില്ലേ, ഇതൊരു മുസ്ലിം പള്ളിയാണ്. ഇതെവിടെ വേറൊരു മുംബൈക്ക് പോകുന്ന ബസ്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നു. ഇവിടെ ഡെക്കാൻ കോർണർ പോകുന്ന ബസ്സാണിത്. അപ്പോൾ ഈ ബസ്സിലോട്ട് കയറാം. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ ഡെക്കാൻ കോർണർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാൻ ആദ്യം മെട്രോയിൽ പോകാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ബസ്സിൽ പോകാമെന്ന്. കാര്യമെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ഇതിനകത്തോട് ഇത്രയും നടക്കണം. അതിനെക്കാട്ടി ഞാൻ ഇവിടെ ബസ് സ്റ്റാൻഡിലൊന്ന് ചോദിച്ചു നോക്കി ഡെക്കാൻ കോർണർ ഈ ബസ് പോകുമെന്ന്. പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ ബസ്സിലോട്ട് കയറിയിരിക്കുവാണ്. അപ്പോഴെന്തായാലും നമുക്ക് ഡെക്കാൻ കോർണർ വരെ പോയിട്ട് വരാം.
ഇവിടെ നിന്ന് 5 കിലോമീറ്ററാണ് ഡെക്കാൻ കോർണറിലേക്കുള്ളത്. എന്തായാലും നമുക്ക് 5 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വരാം. പരിചയമില്ലാത്ത സ്ഥലത്തൂടെ ഇങ്ങനെ ബസ്സിൽ വിൻഡോ സീറ്റിലിരുന്ന് പോകാൻ ഒരു പ്രത്യേക രസമാണ്. ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കാം. അങ്ങനെ ഞാൻ ഡെക്കാൻ കോർണറിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ബസ്സിൽ 10 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ബുധവാർപേട്ട്. നല്ലൊരു സ്ട്രീറ്റാണ്, നല്ല തിരക്കൊക്കെ ഉള്ള നല്ലൊരു സ്ട്രീറ്റ്. എന്തായാലും നമ്മൾ ഡെക്കാൻ കോർണറിലോട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ തീരുമാനിച്ചത്. അപ്പോഴെന്തായാലും അവിടം വരെ പോയിട്ട് നമുക്ക് വരാം. അങ്ങനെ നമ്മൾ ഡെക്കാൻ കോർണറിൽ ബസ് ഇറങ്ങിയിരിക്കുവാണ്. നമുക്ക് ഈ പരിസരമൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഞാനിവിടെ ഡെക്കാൻ കോർണറിൽ ബസ് ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകണം. അവിടെയാണ് FC റോഡ് എന്ന് പറഞ്ഞ റോഡുള്ളത്. അവിടെയാണ് സ്ട്രീറ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നാണ് അറിഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് FC റോഡിലേക്ക് പോവാം. പിന്നെ ഇവിടെ അടുത്തായിട്ട് ലക്ഷ്മി റോഡെന്ന് പറഞ്ഞൊരു റോഡുണ്ട്. പക്ഷേ അത് കമ്പാരിറ്റീവ്ലി FC റോഡിനെക്കാട്ടി ദൂരം കൂടുതലാണെന്നാണ് അറിഞ്ഞത്. അപ്പോഴും നമുക്ക് ആദ്യം FC റോഡിലേക്ക് പോവാം. സിഗ്നലായി നിൽക്കുവാണ്. ഇപ്പോൾ ഇറങ്ങിയാൽ പണി കിട്ടും. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ FC റോഡിൽ എത്തിയിരിക്കുവാണ്. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരാളോട് ചോദിച്ചു ഏതാണ് FC റോഡെന്ന്. അപ്പോഴിതാണെന്ന് പറഞ്ഞു. FC റോഡിൽ കൂടെ നടക്കാനൊരു പ്രത്യേക രസമുണ്ട്. ഇവിടെ ആയിട്ടൊരു പ്രതിമയെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സ്ട്രീറ്റ് ഷോപ്പിംഗ് എല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സംഭവങ്ങൾ, നെല്ലിക്ക, പൂക്കൾ കണ്ടില്ലേ, പൂക്കളെല്ലാം ഉണ്ട്. പലതരം പൂക്കൾ. അമ്പലം അടുത്തുണ്ടെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ നെല്ലിക്കയൊക്കെ ഇരിക്കുന്നത്. 50 രൂപയാണ് 500 ഗ്രാമിന്. അങ്ങനെ അതാ ഇതിലെ കൂടെ ഒരു സബ്വേ ഉണ്ട് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലായിടത്തും സബ്വേ ഉണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതാ കണ്ടില്ലേ ഇവിടെ എല്ലാം പൂക്കടയാണ്. ഇതാ നോക്കേ, പലതരം പൂക്കൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുവാണ്. ബൊക്കെ. ഇതാ ഒരാൾ നടന്നു വരുന്ന നോക്കേ, തലയിൽ കെട്ടൊക്കെ ആയിട്ട്. അത് കൊള്ളാമല്ലേ. ഇപ്പോഴെന്തായാലും നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോവാം. അവിടെ ആയിട്ട് കുറച്ചധികം കടകളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ സിഗ്നലിൻ്റെ നടുക്കെല്ലാം സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളൊക്കെയാണ്. കൊടിയെല്ലാം ഇതാ കണ്ടില്ലേ. ഇവിടെയൊക്കെ ആയിട്ട് 150 ഫിക്സഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. 150. അങ്ങനെ ഇതെവിടെ ഒരു സൈക്കിൾ BSA SLR സൈക്കിൾ കണ്ടിട്ട് എത്ര നാളായി. ഇതിൻ്റെ ബ്ലൂ കളറാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. BSA SLR. ഇവിടെ എല്ലാം ഉണ്ട് ബാഗ് കടകൾ. അങ്ങനെ പലതരം കടകൾ. നോർത്ത് ഇന്ത്യൻ വളകൾ നോക്കേ, പലതരം വളകൾ. രസമുണ്ടല്ലേ കാണാൻ. $150 റുപ്പീസ് ഓൺലി. കൊള്ളാം. ഓക്കെ, താങ്ക് യു. ഗോൾഡ് വാച്ചൊക്കെ നോക്കേ. ഗോൾഡ് വാച്ചൊക്കെ പാരലും ഇടുമോ? ഇതെവിടെയൊക്കെ ആയിട്ട് ലേഡീസിൻ്റെ ഡ്രസ്സൊക്കെയാണ്. ടോം ആൻഡ് ജെറി. ഹൗ മച്ച് റുപ്പീസ്? 300. ഓ, 300 റുപ്പീസ് ഉള്ളി. ഇതാ ഇവിടെയൊക്കെ ആയിട്ട് തുണിക്കടകൾ, ചെരുപ്പ് കടകളൊക്കെയാണ്. 299 രൂപ. അങ്ങനത്തെ പല പല വിലയ്ക്കുള്ള ചെരുപ്പുകളും ഡ്രസ്സുകളും എല്ലാം ഉണ്ട്. ഇവിടെ കടയുടെ ഫ്രണ്ടിലായിട്ട് കണ്ടില്ലേ ടീഷർട്ട്സ് 399, 599. അങ്ങനെ റേറ്റ് കടയുടെ ബോർഡിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിവിടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് അങ്ങോട്ടും ഉണ്ട് ഷോപ്പിംഗ് എല്ലാം. ആ സൈഡിലെല്ലാം കൂടുതലും ലേഡീസിനെ ലക്ഷ്യമിട്ടിട്ടുള്ള കച്ചവടം തന്നെയാണ്. ലേഡീസ്, ഗേൾസ്, കോളേജ് സ്റ്റുഡൻസ് അവരെയൊക്കെ ലക്ഷ്യമിട്ടിട്ടുള്ള കച്ചവടങ്ങളൊക്കെ തന്നെയാണ്. കുർത്തീസൊക്കെ കിടക്കുന്നുണ്ടല്ലേ. ഹൗ മച്ച് റുപ്പീസ്? ബൈ 600 റുപ്പീസ് ഉള്ളി. വൈറ്റ് കളർ. ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് വേറെ ഐറ്റംസൊക്കെ. ആണുങ്ങളുടെ ഐറ്റംസ് ഒന്നും കാണിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. കാര്യം ഇവിടുത്തെ കൂടുതലായിട്ടുള്ള കടകളിൽ ലേഡീസിൻ്റെ ഐറ്റംസാണ് ഉള്ളത്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം കൂടുതലും ലേഡീസിൻ്റെ കടകളാണ്. ഇതാ കണ്ടില്ലേ, ഇങ്ങനത്തെ ചെരുപ്പൊക്കെ നമ്മുടെ നാട്ടിൽ എക്സിബിഷനൊക്കെ കൊണ്ടുവരും നോർത്ത് ഇന്ത്യൻസായി. ആ ചെരുപ്പുകളാണ് ഇവിടുത്തെ കടകളിൽ കിടക്കുന്നത്. 200 രൂപ. മുംബൈ കുൽഫിയുടെ ഒരു കടയാണ്. പല പല വിലയും എഴുതിയിട്ടുണ്ട്. 25 റുപ്പീസ്, മാംഗോ 30 റുപ്പീസ്. അങ്ങനെ പല പല വിലകൾ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതെവിടെയായിട്ട് ക്യാപ്പുകൾ, ഡാൻസിനൊക്കെ ഇടാൻ പറ്റിയ ക്യാപ്പ് നോക്കേ, അത് കൊള്ളാം. ഈ FC കോർണർ എന്ന് പറഞ്ഞ സ്ഥലമേ
ഒരു വൈബുണ്ട് ഇതുവഴി കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാനേ, കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊള്ളാം. ഇവിടെ വേറെ യൂട്യൂബേഴ്സ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ട് ഫെർഗ്യൂഷൻ കോളേജ്, അങ്ങനെ ഒരു കോളേജുണ്ട്. അപ്പോൾ ഈ ഫെർഗ്യൂഷൻ കോളേജിൻ്റെ ഷോർട്ട് ഫോമാണ് FC, ഫെർഗ്യൂഷൻ കോളേജ് റോഡ്, FC റോഡ്. അപ്പോഴവിടെ എഴുതിയിട്ടുണ്ട് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പൂനെ, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1885. അപ്പോഴതാണ് സംഭവം. അങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടെ കച്ചവടങ്ങളൊക്കെ കണ്ടോണ്ട് നടക്കാനാണെങ്കിലേ ഒരുപാടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കടകളുണ്ട്. നടന്ന് കുഴയും. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉണ്ട് കച്ചവടങ്ങൾ, ഇങ്ങനെ നിരത്തി പിടിച്ചുണ്ട്. മോമോസിൻ്റെ ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഞാൻ FC റോഡിലൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ദാ ഇവിടെ ആയിട്ട് ഈ ഒരു ബോർഡ് കണ്ടില്ലേ, ഹൽദിറാംസ്. ഒരുവിധപ്പെട്ട കടകളുടെ എല്ലാം ഫ്രണ്ടിൽ ഇതിൻ്റെ മിച്ചറും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കാണാം. അപ്പോഴതിൻ്റെ ഒരു സ്റ്റോറാണ് ഈ കാണുന്നത്. ഞാൻ ഹരിദ്രം എന്നൊക്കെയാണ് മുമ്പ് വായിച്ചുകൊണ്ടിരുന്നത്. ഹൽദിറാംസ് എന്നാണ് അതിൻ്റെ ഒറിജിനൽ പേര്, ഹൽദിറാംസ് നാഗ്പൂർ. എവിടെയായിട്ട് അതിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് ചോക്കോ ചിപ്പ് 40 റുപ്പീസ്, വാനില 30 റുപ്പീസ്, സ്ട്രോബെറി അതും 30 റുപ്പീസ്. നമുക്കൊരു വാനില ഐസ്ക്രീം വാങ്ങാമായിരുന്നല്ലേ. ഇതാണ് സ്റ്റോർ. ഇതൊക്കെ കണ്ടിട്ടില്ലേ, ഒരുവിധപ്പെട്ട കടകളുടെ ഫ്രണ്ടിലെല്ലാം വെച്ചിരിക്കുന്നത്, സൂപ്പർ മാർക്കറ്റിലെല്ലാം വെച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ സ്റ്റോറാണ് ഇത്, അതിൻ്റെ ഒരു ഔട്ട്ലെറ്റാണിത്. ഇത് അവരുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടില്ലേ, ലഡുവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ലഡു കിലോ 630 രൂപയാണ്. അങ്ങനെ പല പല വിലയ്ക്കുണ്ട് ലഡു. പിന്നെ വേറെ എന്തൊക്കെയോ സംഗതികളുണ്ട്. അങ്ങനെ ഒരു 30 രൂപയുടെ വാനില വാങ്ങിയിട്ടുണ്ട്. അകത്തിരുന്ന് കഴിക്കായിരുന്നു വേണമെങ്കിൽ. ഞാൻ പിന്നെ പുറത്തോട്ട് വന്നു. പുറത്താണൊരു വൈബ്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ടേ, വർത്തിയാണ്. അങ്ങനെ ഞാൻ നടന്നതാ ഡെക്കാൻ മെട്രോ സ്റ്റേഷൻ അടുത്ത് വന്നിരിക്കുവാണ്. ഈ സബ്വേ നടന്നിട്ട് നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പോകാം. എന്നിട്ട് അവിടെ നിന്ന് മെട്രോ കയറി പൂനെയിലേക്ക് പോകാം. സബ്വേ എല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. നമുക്ക് പൂനെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകേണ്ടത് പൂനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന മെട്രോ ബ്ലൂ മെട്രോ ആണ്. അതിലാണ് നമുക്ക് കയറേണ്ടത്. എന്തായാലും നമുക്ക് അകത്തോട്ട് പോവാം. മെട്രോയിൽ കയറി പൂനെ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വന്നു. സിംഗിൾ റൂം എവിടെയും കിട്ടുന്നില്ല, ഡബിൾ റൂം കിട്ടുന്നുണ്ട്. ഡബിൾ റൂമിനൊക്കെ വലിയ റേറ്റാണ് ചോദിക്കുന്നത്, 2000 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു സിംഗിൾ റൂം അല്ല, ഇതും ഒരു ഡബിൾ റൂമാണ്. ഇവിടെ ഒരു ഡബിൾ റൂം കിട്ടിയിട്ടുണ്ട്. ഇതിന് 1200 രൂപയാണ്. സത്യത്തില് എന്റെ ജീവിതത്തിൽ ഇത്രയും നാളത്തെ യാത്രയിൽ റൂമിന് വേണ്ടി കിടന്ന് അലഞ്ഞിട്ടില്ല. ഒരുപാട് അലഞ്ഞു. എന്നുവെച്ചാൽ രാത്രി ഒരു 7 മണി തൊട്ട് ഒരു 8:30 വരെ റൂമിന് വേണ്ടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലച്ചിലായിരുന്നു. അങ്ങനെ എന്തായാലും ഒരിടത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോഴെന്തായാലും ഇന്നിനിപ്പം ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുവാണ്. ഇനിയിപ്പം ബാക്കി കറക്കങ്ങളെല്ലാം നാളെ ഉള്ളൂ. പിന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങിയായിരുന്നു. സൊമാറ്റോ വഴി ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങിയായിരുന്നു. ഇതാണ് ഫുഡ്, പെപ്പർ ബട്ടർ പ്ലെയിൻ ദോശ. അങ്ങനെ 2 വാങ്ങിയിട്ടുണ്ട്. 120 രൂപ രണ്ടും കൂടെ. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തൽക്കാലം നിർത്തുവാണ്. ഇനി അടുത്ത വീഡിയോ നാളെ തുടങ്ങാം. ഇപ്പൊ ചെന്നാലും നൈറ്റ് ലൈഫ് ഒക്കെ കിട്ടും. ഇപ്പൊ സമയം 11 മണി ആയിട്ടതേ ഉള്ളൂ. ഒരു 12:30 വരെയൊക്കെ കാണും. പക്ഷെ എന്നാലും വേണ്ട, ഇനിയിപ്പം വയ്യ, നടക്കാൻ വയ്യ. അപ്പോഴെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.